ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ആകെ ഒരു 1 വീക്ക് താഴെയാണെന്നുള്ളൂ. ഇതുവരെ അതിനകത്തൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കാന്താരയുടെ ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കൊളാബ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതുമായിട്ടൊരു കൊളാബ് ഞാൻ ഇട്ടിരുന്നു ആ ചാനലുമായിട്ട്. അങ്ങനെ ഏകദേശം 400+ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഈ ചാനലിലായിട്ടുണ്ട്. നമ്മുടെ ബെഡ് നിറയെ ക്യാമറകൾ ഞാനിവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. 1 സെക്കൻഡ് കാണിക്കാം. അത് ഫുള്ള് ക്യാമറകളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറ കാണിക്കാം. ഇതാണ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ. സോണിയുടെ ZV-E10 എന്നാണ് ഈ ക്യാമറയുടെ പേര്. അപ്പോൾ ഇതൊരു ക്രോപ്പ് സെൻസർ ക്യാമറയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഈ ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. യൂസ് എന്ന് പറയുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇതിൻ്റെ ഷട്ടർ കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 2000 സംതിങ് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണിത്. അപ്പോൾ ഇതാണ് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഈ ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്യാനോണിൻ്റെ 200D Mark II ക്യാമറ ആയിരുന്നു. അതൊരു DSLR ആയിരുന്നു, മിറർലെസ് അല്ല, DSLR ക്യാമറ ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ യൂസ് ചെയ്ത് ഞാൻ സീരിയസ് ആയിട്ട് യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മിറർലെസ്സിലേക്ക് സ്വിച്ച് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-2.5 വർഷമായിട്ടുള്ളൂ മിറർലെസ്സിലേക്ക് സ്വിച്ച് ചെയ്തിട്ട്. അതിനു മുമ്പ് എൻ്റെ ചെറിയ ചെറിയ പേഴ്സണലായിട്ടുള്ള ഫോട്ടോ എടുക്കുക അങ്ങനെയുള്ള പരിപാടികൾക്ക് മാത്രമുള്ളായിരുന്നു ഞാൻ ക്യാമറ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീരിയസ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ടൂൾസ് അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നമ്മൾ പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഏത് ജോലി ചെയ്താലും നമ്മുടെ ടൂൾസിൽ നല്ല രീതിയിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമ്മുടെ ജോലി ഈസിയാക്കി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 മരം വെട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ എന്ന് പറയുന്നത് അയാൾക്ക് കിട്ടുന്ന പൈസ കൂട്ടി വെച്ച് എപ്പോഴും അയാളുടെ കോടാലി ഇങ്ങനെ മൂർച്ച കൂട്ടി പുതിയ അപ്ഗ്രേഡ് ചെയ്ത് പോകുമായിരുന്നു. മറ്റേ ആളെന്ന് പറയുന്നത് ആ പൈസ അയാൾ കൂട്ടി വെക്കും, സേവ് ചെയ്ത് വെക്കും, ടൂൾസ് മെച്ചപ്പെടുത്തില്ല. ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന ആൾ ഒരു ദിവസം 5 മരം വരെയൊക്കെ വെട്ടാൻ തുടങ്ങി. അപ്പോൾ അയാൾക്ക് അതിനനുസരിച്ച് വലിയ വരുമാനം വരാൻ തുടങ്ങി. ഈ അപ്ഗ്രേഡ് ചെയ്യാതെ പഴയ കോടാലി വെച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒരു ദിവസം 1 മരം തന്നെ കഷ്ടിച്ചാണ് അയാൾ വെട്ടുന്നത്. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന വരുമാനവും കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു 5 വർഷത്തിന് ശേഷം ഈ ടൂൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്ന, ടൂൾസിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ആ നാട്ടിലെ വലിയൊരു സമ്പന്നനായിട്ട് മാറി. അയാൾ വലിയ തടിയുടെ തന്നെ വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ അപ്ഗ്രേഡ് ആയിപ്പോയി. ഈ ആദ്യത്തെ ആൾ അന്നത്തെ ഫുഡിന് വേണ്ടി ഇപ്പോഴും ആ ഒരു പഴയ കോടാലി വെച്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പഴയ കഥയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഏത് പ്രൊഫഷണലാണെങ്കിലും നമ്മൾ എന്ത് പ്രൊഫഷണലാണെങ്കിലും നമ്മുടെ ടൂൾസ്, നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എനിക്കിത് മതിയായിരുന്നു. അപ്പം ഈ ഒരു വർഷമായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം. എല്ലാ കാര്യത്തിലും ഒരു അപ്ഗ്രേഡ് വേണമല്ലോ. അങ്ങനെയാണ് പുതിയൊരു ക്യാമറ വാങ്ങിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ വാങ്ങിച്ച ക്യാമറയാണ് സോണിയുടെ A7C. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതിനകത്തൊരു 2-3 വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. കാന്താരയുടെ റിവ്യൂ ആണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഈ A7C എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ ഇത് കുറച്ച് വിഷയമാണ്. കാരണം ഇതിൻ്റെ ഓഡിയോ ശരിയല്ല. ചില സമയത്ത് നമ്മൾ ഈ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്തിപ്പം ഈ DJ എല്ലാം ഹോളി ലാൻഡിൻ്റെ മൈക്ക് വേറെ ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ മൈക്കൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ നേരത്ത് ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള വോളിയം, ചില സമയത്ത് തീരെ വോളിയം വരില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കട്ടായി പോവുക. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. കാര്യം 2-3 വർഷം വാറൻറ്റി ഉണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. ആമസോൺ 7 days റീപ്ലേസ്മെൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആമസോൺ റീപ്ലേസ്മെൻറ്റ് തരുമ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ സർവീസ് സെൻറ്റർ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ഞാൻ അവരെ വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞു, ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവരിത് തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് പിക്കപ്പ്. നാളെ എന്ന് പറയുമ്പോൾ October 9th പിക്കപ്പ് പറഞ്ഞിരിക്കുന്നത്. അന്ന് വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് നാളെ തിരിച്ചു വിടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഏകദേശം 1,25,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ക്യാമറ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് പിന്നെ വാങ്ങിക്കാതിരിക്കുന്നത് ഒരു വിഷമം. അതുകൊണ്ട് എന്തായാലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവൻ്റെ തന്നെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള സോണി A7C2 അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തു. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1,88,000 രൂപയാണ് ഓൺലൈൻ പ്രൈസ് എന്ന് പറയുന്നത്. എവിടെ 7C2 ഇതാണ് സോണി A7C2. അപ്പോൾ ഇതിൽ ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇതിന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ബാറ്ററി വരുമ്പോൾ ബാറ്ററിക്കകത്ത് ചാർജ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാറ്ററി ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചു. ബാറ്ററി ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചു. ബാറ്ററി ഇപ്പോൾ ഓൾമോസ്റ്റ് ചാർജ് ആയിട്ടുണ്ട്. ഇതിട്ടിട്ട് ഇനി ടെസ്റ്റ് അടിച്ച് നോക്കണം ഇതെങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇതെന്തായാലും ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇനി മുതൽ നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോസ് ഇൻഷാ അല്ലാഹ് ഇതിനകത്തായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ A7C നാളെ എന്തായാലും ഓരോന്ന് റിട്ടേൺ എടുത്തുകൊണ്ട് പോകും. C2 നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ സോണി ZV-E10 ഈ ക്യാമറ നമ്മൾ സെല്ല് ചെയ്യാൻ പോവുക. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഏകദേശം
വിത്ത് ലെൻസ് മോഡലാണ്, എൻ്റെ കിറ്റ് ലെൻസ് ഉൾപ്പെടെയാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 60,000 അറൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് എന്ന് പറയുന്നത്. ഇതത് വാങ്ങിച്ച ഏകദേശം ഒരു 1 മന്തിനുള്ളിൽ വാങ്ങിച്ചതാണ്. ഇതിനും ഏകദേശം ഒരു 20,000 അറൗണ്ട് റേറ്റ് ആയിട്ടുണ്ട്. ഇതും വളരെ റെയർ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൊടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ക്യാമറയും ഈ ലെൻസും പിന്നെ ഇതിൻ്റെ 2 എക്സ്റ്റേണൽ ബാറ്ററി സ്പെയർ ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട് ഡിജിടെക്കിൻ്റെ. അതിൻ്റെ 2 എക്സ്ട്രാ ബാറ്ററി, അതിനകത്തൊരു ബാറ്ററി ഉണ്ട്, 2 എക്സ്ട്രാ ബാറ്ററി, ഈ ചാർജർ, പിന്നെ അതിൻ്റെ വേറെ കുറച്ച് ആക്സസറീസ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു റബ്ബർ കവറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊടുത്തേക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെയാണ് എൻ്റെ ക്യാമറയെങ്കിൽ ഇപ്പോൾ ഞാൻ ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൂടെ കാണിച്ചു തരാം. ഇതിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് DJI Osmo Pocket 3 എന്നാണ്. DJI Osmo Pocket 3യുടെ ക്രിയേറ്റർ കോംബോ എന്ന് പറഞ്ഞൊരു സാധനം അവൈലബിൾ ആണ്. അതാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതാണ് ഐറ്റം. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു DJI Mic 2. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യുന്നത് ഹോളി ലാൻഡിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിപ്പോൾ വന്നതാണ് ഈ Mic 2. അല്ലാതെ എൻ്റെ വേറൊരു DJI മൈക്ക് ഇരിപ്പുണ്ട്. എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. DJIയുടെ Mic 1 ആദ്യം ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നല്ല ബെറ്റർ ക്വാളിറ്റിയാണ് ഹോളി ലാൻഡ്, അതുകൊണ്ടാണ് ഹോളി ലാൻഡിലേക്ക് സ്വിച്ച് ചെയ്തത്. പക്ഷേ ഈ ഒരു മൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് റിസീവറിൻ്റെ ആവശ്യമില്ല, ട്രാൻസ്മിറ്റർ മാത്രം മതി. ഇൻബിൽറ്റ് ആയിട്ട് ക്യാമറയിൽ റിസീവറുണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ഈ ഒരു DJI Osmo Pocket 3യിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറ വിശേഷങ്ങൾ. അപ്പോൾ ഇനി എന്തായാലും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഈ സോണി CV-E10 എന്ന് പറഞ്ഞ ക്രോപ്പ് സെൻസറാണ്. പക്ഷേ നമ്മളിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു Alpha 7C Mark II എന്ന് പറയുന്ന ഒരു ഫുൾ ഫ്രെയിം ക്യാമറയാണ്. Alpha 7ഉം Alpha 7Cയും ഫുൾ ഫ്രെയിമാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രോപ്പ് വരും, എന്നാലും 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 60 FPS ഇല്ല, 4K 30 FPS വരെ ഉള്ളൂ. CV-E10ലും അതേ ഉള്ളൂ, സോണി A7Cയിലും അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് മറ്റേതിനെ അപേക്ഷിച്ച് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. AI ബേസ്ഡ് ഓട്ടോ ഫോക്കസ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് വേറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഫ്രണ്ടിലൊരു ഡയൽ എക്സ്ട്രാ വരുന്നുണ്ട്. ഓഡിയോ വീഡിയോ മോഡ് നമുക്കിവിടെ വരുന്നുണ്ട് ഒറ്റ സ്വിച്ചിൽ തന്നെ. മറ്റേ A7Cയിൽ അതില്ല. അതുപോലെ തന്നെ ഏറ്റവും എനിക്ക് ഒരു അരോചകമായിട്ട് തോന്നിയ കാര്യം, A7Cയിൽ നമ്മുടെ സോണി CV-E10 ഉള്ള ഒരു ഏറ്റവും ബെനിഫിഷ്യൽ, എന്നെപ്പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഫീച്ചറില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സോണി CV-E10 ഷൂട്ട് ചെയ്യുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെഡ് ലൈറ്റ് അത് കത്തും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തും. അതിൻ്റെ കൂടെ തന്നെ ഈ ഫ്രണ്ട് സ്ക്രീനിൽ ഒരു റെഡ് കളർ സ്ക്വയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, സ്ക്രീനിന് ചുറ്റും ഒരു റെഡ് സ്ക്വയർ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ A7Cയിൽ അതില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടി. ഞാൻ കഴിഞ്ഞൊരു ഏതൊരു വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ അത് റെക്കോർഡിംഗ് ആണോ അല്ലേന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് പറഞ്ഞു, ഏകദേശം ഒരു 10 മിനിറ്റോളം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നോക്കിയപ്പോൾ അതൊന്നും റെക്കോർഡായിട്ടില്ല. അപ്പോൾ തന്നെ വിചാരിച്ചു ഇത്, അപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത നെഗറ്റീവ് അടിച്ചു. പിന്നെ ഇടയ്ക്ക് ഈ വീഡിയോ നിന്ന് പോയത്, മൈക്കിൻ്റെ പ്രശ്നം എല്ലാം കൂടെ ആയപ്പം എന്തായാലും ഇത് റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അത് 1.25, ഇത് 1.88. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 50,000 അറൗണ്ട് അതിന് മുകളിലുള്ള വ്യത്യാസമേ വരുന്നുള്ളൂ ഈ 2 ക്യാമറയും തമ്മിൽ. അപ്പോൾ എന്തായാലും വാങ്ങിക്കുമ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഈ A7C സീരീസിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാമറയാണിത്. അതുപോലെ തന്നെ A7 Mark IV, ഇപ്പം പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് A7 Mark IV. അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറയാണ്. രണ്ടും സെയിം സെൻസറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതിനകത്ത് AI ബേസ്ഡ് ഒരു സെൻസറും അങ്ങനെ മറ്റേതിനെ അപേക്ഷിച്ച് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ A7 III, A7C, A7 Mark IV അങ്ങനെയുള്ള ക്യാമറകളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറ എനിക്ക് ഇതായിട്ടാണ് തോന്നിയത്. മാത്രമല്ല കോമ്പാക്റ്റും ആണ് മറ്റേതിനൊക്കെ അപേക്ഷിച്ച്. ഒരു ചെറിയ ഡിജിറ്റൽ ക്യാമറയുടെ വലിപ്പമുള്ളത്. അതുകൊണ്ട് എന്തായാലും ഇത് തന്നെ വാങ്ങിക്കാമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടില്ല, ഇത് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറ വിശേഷങ്ങൾ. പിന്നെ ഈ ക്യാമറയിലൂടെ നമുക്ക് കുറച്ച് അക്സസറീസ് ഫ്രീ കിട്ടുന്നുണ്ട്. ഒന്ന് ഈ ഒരു സോണി ആൽഫയുടെ ക്യാരി ബാഗ്, ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ വേറൊന്നും നമുക്ക് കിട്ടുന്നത് ഈ ഒരു ചാർജർ കിട്ടുന്നുണ്ട്, ബാറ്ററി എക്സ്റ്റേണൽ ചാർജർ കിട്ടുന്നുണ്ട്. അങ്ങനെ 2 അക്സസറി ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. A7Cയുടെ കൂടെ നമുക്ക് ആപ്പാട് ചാർജർ മാത്രമേ കിട്ടുന്നുള്ളൂ, ക്യാരി ബാഗ് കിട്ടുന്നില്ല. പിന്നെ മെമ്മറി കാർഡ് കിട്ടുന്നുണ്ട്. A7C2ൻ്റെ കൂടെ മെമ്മറി കാർഡ് ഇല്ല, പക്ഷേ ക്യാരി ബാഗ് ഉണ്ട്, ചാർജറുണ്ട്. മെമ്മറി കാർഡ് പിന്നെയും കുഴപ്പമില്ല. നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്യാരി ബാഗും ചാർജറിന് തന്നെ ഏകദേശം 6,500-7,000 വിലയുണ്ട്. മെമ്മറി കാർഡാകുമ്പോൾ ഒരു 2,500-3,000 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാം. അത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഒരു
ഇന്ന സാധനത്തിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാവൂ എന്നില്ല. നമുക്ക് വേറെ ക്യാമറ വാങ്ങിച്ചാൽ അതിനകത്ത് യൂസ് ചെയ്യാം. പക്ഷേ ഈ ചാർജറും ബാഗിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത് നാളെ നമ്മൾ ക്യാമറ മാറുമ്പോൾ അല്ലെ വേറൊരു ക്യാമറയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പൈസ മുടക്കി വാങ്ങിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ വലിയൊരു ഉപകാരമായി എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതൊക്കെയാണ് എൻ്റെ ക്യാമറ വിശേഷങ്ങൾ. അപ്പോൾ ZV-E10 ഞാൻ എന്തായാലും കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മെയിൽ ID കൊടുക്കാം, അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഈ ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ഈ വ്ളോഗിങ് ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പ് വ്ളോഗൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്കറിയാം, ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്ന ടൈപ്പ് വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ഇരുന്നാണ് സംസാരിക്കുന്നത്, പക്ഷേ വ്ളോഗ് ചെയ്തിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെയൊക്കെ എടുത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വ്ളോഗിങ്ങിൻ്റെ തുടക്കമാണ്. വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്ളോഗിങ് ചാനലിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ അതൊക്കെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ഐ ആം ആദിൽ ഹുസൈൻ, signing off.